ഹലോ ഗുഡ് മോർണിംഗ് മക്കളെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 പബ്ലിക് എക്സാമിന് കണ്ടുവരുന്ന ഇംഗ്ലീഷിലെ കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കംപ്ലീറ്റ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഈഫ് ക്ലോസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ഗ്രാമറിൽ. ആ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഇഫ് എന്ന് പറഞ്ഞ റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഒരു പോയം ഉണ്ട്. ആ പോയത്തിൽ നിന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് there are 3 types of if clauses അല്ലേ. there are 3 types of conditional clauses. 3 തരം കണ്ടീഷണൽ ക്ലോസുകളാണുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ ആൻഡ് തേർഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്. തന്നിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റിയാൽ അല്ലേ. ഇതൊരു ഡയറക്റ്റ് ലൈനാണ്. ആ കവിതയിൽ നിന്ന്, ഇഫ് എന്നുള്ള കവിതയിൽ നിന്നുള്ള ഡയറക്റ്റ് ലൈനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത് ഏത് ക്ലോസ് ആണെന്നുള്ളത് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇഫ് ക്ലോസ് ആണ്. ഒരു ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസിൽ 2 ക്ലോസസ് ഉണ്ടാവും. ഒന്ന് ഇഫ് ക്ലോസും മറ്റത് മെയിൻ ക്ലോസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈഫ് എന്ന് വരുന്ന ഭാഗത്തിന് നമ്മൾ ഇഫ് ക്ലോസ് എന്നാണല്ലോ പറയുക. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതെല്ലാം, തന്നിരിക്കുന്ന എല്ലാ സെൻറ്റൻസസിലും ഇഫ് വരുന്ന ഭാഗമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്തായിരിക്കും? മെയിൻ ക്ലോസ് കണ്ടെത്തുക എന്നുള്ളൊരു പണിയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത് ആദ്യം തന്നിരിക്കുന്ന കണ്ടീഷണൽ ക്ലോസ് ഏത് ക്ലോസ് ആണ്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ എന്നുള്ളത് കണ്ടെത്തുകയാണ് ആദ്യത്തെ ഡ്യൂട്ടി. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷനാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇഫ് യു കഴിഞ്ഞിട്ട് ക്യാൻ എന്ന് പറയുന്ന ഓക്സിലറി വേർബാണ് വരുന്നത്. ക്യാൻ എന്ന് പറയുന്ന ഓക്സിലറി വേർബാണ് വരുന്നത്. അപ്പോൾ ക്യാൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? വില്ല്, ക്യാന്, മേ, ഇതിലേതെങ്കിലും ഒന്നാണ് ഇഫിന് ശേഷം വരുന്നതെങ്കിൽ അത് ഫസ്റ്റ് കണ്ടീഷനാണ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ വിൽ പ്ലസ് V1 ഇങ്ങനെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചത്. അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1, അതല്ലെങ്കിൽ മേ പ്ലസ് V1. ഇനി ശരിക്കും ക്വസ്റ്റ്യനിലേക്കൊന്ന് നോക്കൂ. ക്യാൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഏതാ? ട്രസ്റ്റ് ആണ് അല്ലേ. ട്രസ്റ്റ് എന്ന് പറയുന്നത് V1 ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫസ്റ്റ് സെൻറ്റൻസിൽ ചോദിച്ചിട്ടുള്ളത്, തന്നിട്ടുള്ളത് ക്യാൻ പ്ലസ് V1 ആണ്. അപ്പോൾ അത് ഫസ്റ്റ് കണ്ടീഷനാണ്. ഇനി നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് വരികയാണ്. അതായത് മെയിൻ ക്ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ചോദ്യം എന്താ? ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. അങ്ങനെ ഒരു ആൻസർ ആയിരിക്കും വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തോന്നലിനനുസരിച്ചുള്ള ആൻസർ കൊടുക്കാം. സ്യൂട്ടബിൾ ആണെന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ആൻസർ കൊടുക്കാൻ പോവാണ്. യു വിൽ, സോറി, യു വില്ലല്ല, യു വില്ല് കൊടുക്കാം. പക്ഷേ ചോദ്യത്തിൽ ക്യാൻ ആണല്ലോ തന്നിട്ടുള്ളത് അല്ലേ. ക്യാൻ തന്നതുകൊണ്ട് നമ്മൾ ക്യാൻ വെച്ചിട്ട് തന്നെ ആൻസർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ യു ക്യാൻ വെച്ചിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, യു ക്യാൻ വിൻ ഇൻ ലൈഫ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ യു ക്യാൻ വിൻ എന്ന് മാത്രം കൊടുത്താലും ആൻസർ ശരിയായി. അപ്പോൾ മനസ്സിലായോ എന്താ സംഭവം എന്നുള്ളത്? തന്നിരിക്കുന്ന കണ്ടീഷൻ ഏതാന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കാനുള്ള ക്ലൂസ് ഇതൊക്കെയാണ്. വിൽ പ്ലസ് V1 ആണെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 ആണെങ്കിൽ, അല്ലെങ്കിൽ മേ പ്ലസ് V1 ആണെങ്കിൽ അതെന്തായിരിക്കും? ഫസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ക്യാൻ പ്ലസ് V1 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻസറിലും വരേണ്ടത് എന്താണ്? ക്യാൻ പ്ലസ് V1 ആണ്. ഓക്കെ, ക്യാൻ പ്ലസ് V1. ഇവിടെ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും, ക്യാന് കഴിഞ്ഞിട്ട് വിൻ ആണ് വന്നിട്ടുള്ളത്. വിൻ എന്ന് പറയുന്നത് എന്താണ്? V1 ആണ്. അപ്പോൾ ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ യു ക്യാൻ വിൻ ഇൻ ലൈഫ്. ഓക്കെ, യു ക്യാൻ വിൻ ഇൻ ലൈഫ്. അപ്പോൾ ക്യാൻ പ്ലസ് V1 ആണ് അവിടെ വന്നത്. അപ്പോൾ ചോദ്യം പരീക്ഷാ പേപ്പറിൽ ഇത്ര മാത്രമേ തരുള്ളൂ. ഒറ്റ സെൻറ്റൻസ് ആയിരിക്കും തരിക. ഒന്നിലധികം ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണെന്ന് വിചാരിക്കുക. ഇഫ് കംപ്ലീറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ് എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഓക്കെ,
എന്നിട്ട് ചോദ്യം ഇതാണ്, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്. അപ്പോൾ ആൻസർ നമ്മൾ എഴുതേണ്ടത് യു ക്യാൻ വിൻ ഇൻ ലൈഫ്. വിന്ന് മാത്രമല്ല വേറെയും കൊടുക്കട്ടോ, വാക്കുകളവിടെ വേർബ് മാറ്റി പഠിക്കാൻ പറ്റും നമുക്ക്. യു ക്യാൻ വിൻ ഇൻ ലൈഫ് എന്നുള്ളത് യു ക്യാൻ സക്സീഡ് ഇൻ ലൈഫ് എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ യു ക്യാൻ എന്താ പറയുക, വിന്നിന് സിനോണിമായിട്ട് വരുന്ന വേറെ വേർഡ്സ് കൊടുക്കാൻ പറ്റും. സിനോണിം എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം വരുന്ന വേറെ പദങ്ങൾ മാറ്റാൻ പറ്റും. അതായത് വേർബ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് യു ക്യാൻ ഡ്രീം, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ. ഇതും ഇഫ് ക്ലോസ് നമ്മളെ ഇയാളുണ്ടല്ലോ റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കവിതയിലെ ലൈനാണ്. ഇഫ് യു ക്യാൻ ഡ്രീം, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ. ഇതേപോലെ എന്ത് ചെയ്യുക, ഇവിടെ നോക്കൂ ഏത് ക്ലോസ് ആണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്യാൻ ആണ് വന്നിട്ടുള്ളത്, ഡ്രീം ആണ്. ക്യാൻ പ്ലസ് V1 ആണ് അല്ലേ, ഡ്രീം എന്ന് പറഞ്ഞാൽ V1 ആണ്. സോ ക്യാൻ പ്ലസ് V1 ആണ്. അപ്പോൾ നമുക്ക് ആൻസറിലും വരേണ്ടത് ക്യാൻ പ്ലസ് V1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ സക്സീഡ്. ഞാൻ നേരത്തെ വിന്ന് കൊടുത്തോണ്ട് വേർബ് ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. യു ക്യാൻ സക്സീഡ് ഇൻ ലൈഫ്. നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിജയിക്കുക തന്നെയാണ് കേട്ടോ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഫസ്റ്റ് കണ്ടീഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിൽ പ്ലസ് V1 ആണോ എന്ന് നോക്കുക. ഇഫ് ക്ലോസിൽ വിൽ പ്ലസ് V1 ആണോ, ക്യാൻ പ്ലസ് V1 ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ മേ പ്ലസ് V1 ആണോ, അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1 ആണോ നോക്കുക. എന്നിട്ട് അതിന് സമാനമായിട്ടുള്ള സംഭവം മെയിൻ ക്ലോസിൽ കൊടുത്താൽ ആൻസർ ശരിയാവും. എന്ന് പറഞ്ഞാൽ സമാനമായതെന്ന് പറഞ്ഞാൽ ക്യാൻ പ്ലസ് V1 ആണെങ്കിൽ മെയിൻ ക്ലോസിലും ക്യാൻ പ്ലസ് V1 കൊടുക്കുക. ഇനി വിൽ പ്ലസ് V1 ആണ്. ഇപ്പോൾ ഇതിങ്ങനെയാണ് ചോദ്യം എന്ന് വിചാരിക്കുക. ഇഫ് യു ട്രസ്റ്റ് യുവർ സെൽഫ് എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കുക. ഇഫ് യു ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങളെ വിശ്വസിച്ചാൽ യു വിൽ വിൻ എന്ന് പറയാം. ഓക്കെ, യു വിൽ വിൻ എന്ന് പറഞ്ഞാൽ ആൻസറായി. ഇഫ് യു ഡ്രീം എന്ന് പറയാണ്, ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ യു വിൽ വിൻ എന്ന് കൊടുത്താൽ മതി. ഇവിടെ ക്യാന് എടുത്ത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ക്യാൻ എന്ന് കൊടുത്തത്. ഇനി ക്യാനിന് പകരം അവിടെ വില്ല് കൊടുത്താലും ആൻസർ തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് യു കുഡ് ട്രസ്റ്റ് യുവർ സെൽഫ് എന്നാണ്. യു കുഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. ഇവിടെ നോക്കൂ, ക്യാന് മാറിയിട്ട് കുഡായി. ക്യാനിൻ്റെ V2 ആണ് കുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ വന്നിട്ടുള്ളത് കുഡ് പ്ലസ് V1 ആണ്. ഓക്കെ, എങ്ങനെ കുഡ് പ്ലസ് V1 വരുമ്പോൾ അപ്പുറത്തും എന്ത് വരണം, കുഡ് പ്ലസ് V1 വരണ്ടേ? അത്രേ ഉള്ളൂ. ഇവിടെ കുഡ് പ്ലസ് V1 ആണെങ്കിൽ അപ്പുറത്തും കുഡ് പ്ലസ് V1 വരിക. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോകണം, ഇഫ് യു കുഡ് ട്രസ്റ്റ് യുവർ സെൽഫ്, യു കുഡ്, അങ്ങനെ തന്നെ ആൻസർ കൊടുക്കുക. യു കുഡ് V1 ആണ് വരേണ്ടത് കേട്ടോ, V2 അല്ല. കുഡ് വരുമ്പോഴും V1 ആണ് വരേണ്ടത്, ക്യാൻ വരുമ്പോഴും V1 ആണ്. നിങ്ങൾ ഈ ചോദ്യത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇഫ് യു കുഡ് ട്രസ്റ്റ് യുവർ സെൽഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെയും യു കുഡ് V1 കൊടുക്കണം, അതായത് യു കുഡ് വിൻ എന്ന് കൊടുക്കണം. അപ്പോഴാണ് ആൻസർ ശരിയാവും കേട്ടോ. ഇനി നാലാമത് നോക്കൂ. ഇഫ് യു കുഡ് ഡ്രീം, അതായത് ആദ്യം ചോദിച്ച രണ്ട് ചോദ്യങ്ങളുടെയും സെക്കൻഡ് കണ്ടീഷൻ കൊടുത്തു എന്നുള്ളതാണ്. ഫസ്റ്റ് ചോദിച്ച രണ്ട് ചോദ്യങ്ങളുടെ സെക്കൻഡ് കണ്ടീഷനാണ് പിന്നെ വരുന്ന രണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ ഇഫ് യു കുഡ് ഡ്രീം, അപ്പുറത്ത് എന്ത് ചെയ്യുക, കുഡ് പ്ലസ് V1 കൊടുക്കുക. അതായത് യു കുഡ് സക്സീഡ് അല്ലെങ്കിൽ യു കുഡ് വിൻ എന്ന് കൊടുത്താൽ ആൻസർ കറക്റ്റായി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേ സെൻറ്റൻസസിൻ്റെ ഇതേ ചോദ്യങ്ങളുടെ തേർഡ് കണ്ടീഷനാണ് മൂന്നാമത്തെ സെക്ഷനായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, അപ്പോൾ ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, ഇഫ് യു കുഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. ഇനി ഇഫ് യു ഹാഡ് ട്രസ്റ്റഡ് യുവർ സെൽഫ്, ഇഫ് യു ഹാഡ് ട്രസ്റ്റഡ് എന്നാണ്. അതായത് ഇഫ് ക്ലോസിൽ വന്നിട്ടുള്ളത് ഹാഡ് പ്ലസ് V3 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഡ് പ്ലസ് V3 ഇഫ് ക്ലോസിൽ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരണം. അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇതുവരെ നമ്മൾ കുഡ് വെച്ചിട്ടല്ല ചെയ്തത്, നമുക്ക് കുഡ് വെച്ചിട്ട് തന്നെ ചെയ്യാം ആൻസർ. അല്ലെങ്കിൽ ക്യാനിൻ്റെ പാസ്റ്റ് ആണല്ലോ കുഡ്, യു കുഡ്. പിന്നെ വേണ്ട എന്താണ്, ഹാവ് പ്ലസ് V3 ആണ് അല്ലേ? യു കുഡ് ഹാവ് എന്താണ് കൊടുക്കുക, വിൻ അല്ലേ? വിന്നിൻ്റെ V3 എന്താ, വോൺ അല്ലേ? യു കുഡ് ഹാവ് വോൺ ഇൻ ലൈഫ് എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഇഫ് യു ഹാഡ് ഡ്രംറ്റ്, അവിടെയും ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് ഡ്രീമിൻ്റെ V3 ആണ് ഡ്രംറ്റ്. അപ്പോൾ നമുക്ക് ആൻസറിൽ എന്ത് വേണം, കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരണം. ഓക്കെ, അപ്പോൾ ഞാൻ ആൻസർ എഴുതാൻ പോവാണ്. യു കുഡ് ഹാവ്
succeeded. You could have success എന്നാണല്ലോ, succeed എന്നാണല്ലോ നമ്മൾ ഫസ്റ്റ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ V3 succeeded. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടി ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ചോദ്യത്തിൽ ഏത് കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. ഫസ്റ്റ് കണ്ടീഷനാണെങ്കിൽ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കാനുള്ള ക്ലൂ എന്ന് പറയുന്നത് ഇഫ് ക്ലോസിൽ വില്ല് പ്ലസ് V1 ആണോ ഉള്ളത്, ക്യാൻ പ്ലസ് V1 ആണോ ഉള്ളത്, അതല്ല മേ പ്ലസ് V1 ആണോ ഉള്ളത് നോക്കാം. ഇത് മൂന്നിൽ അല്ലെങ്കിൽ ഷോൾ പ്ലസ് V1 ആണോ ഉള്ളത് നോക്കാം. ഇതിൽ നാലിൽ ഏതെങ്കിലും ആണെങ്കിൽ അത് ഫസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ മെയിൻ ക്ലോസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ വിൽ പ്ലസ് V1 കൊണ്ട് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 കൊണ്ട് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ മേ പ്ലസ് V1 ഷാൾ പ്ലസ് V1 കൊണ്ടുവരിക. രണ്ടാമത്തെ കണ്ടീഷനാണ് ചോദ്യം എന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടത്. വുഡ് പ്ലസ് V1 ആണോ ചോദ്യത്തിലുള്ളത്, അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 ആണോ ചോദ്യത്തിലുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക വേറെ രീതിയിലും ചോദിക്കാം. ഇപ്പോൾ V2 വേർബ് V2 ആണ് ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഇഫ് യു ട്രൈഡ് അങ്ങനെ ചോദിക്കാം. ട്രൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രൈ എന്ന് പറയുന്നതിൻ്റെ V2 ആണ് അല്ലേ, ട്രൈ എന്ന് പറയുന്നതിൻ്റെ V2 ആണ് ട്രൈഡ്. ഇഫ് യു ട്രൈഡ് ഇൻ യുവർ ലൈഫ് അങ്ങനെയും ചോദിക്കാം. അതായത് ഒന്നെങ്കിൽ കുഡ് പ്ലസ് V1, കുഡ് പ്ലസ് V1 എന്ന് പറയുന്നത് V2 തന്നെയാണ്. കുഡ് V2 ആണല്ലോ അല്ലേ, കുഡ് പ്ലസ് V1 എന്ന് പറയുന്നതും വുഡ് പ്ലസ് V1 എന്ന് പറയുന്നതൊക്കെ V2 ആണ്. അപ്പോൾ ഈ കുഡും വുഡൊന്നും ചോദിക്കാതെ നേരെ ഇങ്ങനെയും ചോദിക്കാം, നേരെ V2 ചോദിക്കാം. ഇഫ് യു ട്രൈഡ്, ഓക്കെ, ഇഫ് യു ട്രൈഡ്, അല്ലെങ്കിൽ ഇഫ് യു ട്രസ്റ്റഡ് എന്ന് ചോദിക്കാം. ഇവിടെ ഈ കുഡ് ഒഴിവാക്കിയാൽ അവർക്ക് ഇങ്ങനെയും ചോദിക്കാം, ഇഫ് യു ട്രസ്റ്റഡ്. കുഡ് പ്ലസ് ട്രസ്റ്റ് ആണ് ശരിക്കും ട്രസ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് യു ട്രസ്റ്റഡ് യുവർ സെൽഫ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന ചോദ്യം എന്താണ്, അതായത് ഇഫ് ക്ലോസിന് ശേഷം V2 ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുഡ് ഓർ വുഡ് ഓർ പ്ലസ് V1 ആണ് വരുന്നതെങ്കിൽ, അത് പറഞ്ഞാലും V2 തന്നെയാണ്. മെയിൻ ക്ലോസിൽ ആൻസർ എന്ന് പറയുന്നത് വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഹാഡ് പ്ലസ് V3 ആണ് ചോദ്യത്തിലുള്ളതെങ്കിൽ ആൻസറിൽ വുഡ് പ്ലസ് ഹാഫ് പ്ലസ് V3, അല്ലെങ്കിൽ കുഡ് പ്ലസ് ഹാഫ് പ്ലസ് V3, അല്ലെങ്കിൽ ഷുഡ് പ്ലസ് ഹാഫ് പ്ലസ് V3. ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ, ഇതിപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി നിങ്ങളെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ളൊരു പോയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്തതാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷന് നോക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് കണ്ടുവരുന്ന, ഇതും 1 മാർക്കിനോ 1.5 മാർക്കിനോ ഒക്കെ ഒരൊറ്റ ചോദ്യമായിട്ട് മാത്രം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഒരു ചോദ്യം ആക്റ്റീവ് വോയിസിൽ തരും, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിൽ തരും, എന്നിട്ട് പറയും അതിനെന്ത് ചെയ്യുക, പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയും. ഇങ്ങനെ ആയിരിക്കും ചോദ്യം, കൺവേർട്ട് ദി ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം എന്തിലായിരിക്കും, ആക്റ്റീവ് വോയിസിലായിരിക്കും. അപ്പോൾ ഈ ആക്റ്റീവ് വോയിസിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു മാർക്ക് ആൻസർ അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് 1200 1200 മാർക്കൊക്കെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ. ഈ റാങ്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ +1ലും +2ലും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ ഇടുമ്പോഴും അവർ ഒരു മാർക്ക് എങ്ങനെയെങ്കിലും കളയണം എന്നുള്ള രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യനൊക്കെ ഇടുക. അപ്പോൾ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ലക്ഷ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് ചെയ്യുന്നത് അറിയണം. കാരണം ചില കുട്ടികൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ആ സെക്ഷൻ നോക്കേണ്ട, അതല്ലെങ്കിൽ പാസ്സാകാൻ പറ്റും എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഫുൾ മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിനെ പാസീവ് ആക്കുക? ഞാനിവിടെ എല്ലാ ടെൻസസിൽ നിന്നും ആക്റ്റീവ് വോയിസ് എങ്ങനെയാണ്, പാസീവ് വോയിസ് എങ്ങനെയാണ് വരിക എന്നുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതൊക്കെ ടെൻസാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ് ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അതേ സെൻറ്റൻസിൻ്റെ തന്നെ പാസീവ് വോയിസിലുള്ള ആൻസർ ആണ് ലാസ്റ്റ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഷീ റൈറ്റ്സ് എ ലെറ്റർ. അവൾ കത്തെഴുതാറുണ്ട് അല്ലേ. ഷീ റൈറ്റ്സ് എ ലെറ്റർ, അല്ലെങ്കിൽ അവൾ ജസ്റ്റ് ഒരു കത്തെഴുതി, അങ്ങനെയൊക്കെ അർത്ഥം വരും അതിന്. അപ്പോൾ ഇതിൽ ഷീ എന്ന് പറയുന്നത് എന്താണ്? ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്.
റൈറ്റ്സ് എന്ന് പറയുന്നത് വേർബാണ്, ലെറ്റർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ SVO ആണ്. ഇനി നമ്മൾ ഈ ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സെൻറ്റൻസിലുള്ള ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റ് ആവണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റായിട്ട് വരേണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ഏതാണോ അതായിരിക്കണം നമ്മൾ കൺവേർട്ട് ചെയ്ത് ആൻസറായിട്ട് കണ്ടെത്താൻ പോകുന്ന സെൻറ്റൻസിലുള്ള സബ്ജക്റ്റായിട്ട് വരേണ്ടത്. അതായത് ലെറ്റർ എന്ന് പറയുന്നതാണ് അടുത്ത സെൻറ്റൻസിൽ എന്ന് പറഞ്ഞാൽ പാസീവ് സെൻറ്റൻസിൽ നമുക്ക് സബ്ജക്റ്റായിട്ട് വരേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്ന എല്ലാ വേർബുകളും V3 മാത്രമായിരിക്കണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് കേട്ടോ. നമ്മൾ പാസീവ് വോയിസിലേക്ക് സെൻറ്റൻസ് മാറ്റുമ്പോൾ ഏത് ടെൻസിനെ മാറ്റുമ്പോഴും V3 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വേർബിൻ്റെ തേർഡ് ഫോമാറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ക്ലൂ അതാണ്. പിന്നെ മൂന്നാമത്തെ ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വേർഡ് ഏതാണോ അത് പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരണം. ഈ മൂന്ന് കാര്യങ്ങളും ആദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു പാസീവ് വോയിസ് നോക്കിയാലോ. ഷീ റൈറ്റ്സ് എ ലെറ്റർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ലെറ്റർ സബ്ജക്റ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞു. നോക്കൂ, ലെറ്റർ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ? നമുക്ക് ആൻസർ വരുന്നത് എങ്ങനെയാണ്? എ ലെറ്റർ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, എ ലെറ്റർ അത്രയും മനസ്സിലാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എ ലെറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലെറ്റർ എന്നാണല്ലോ, ഒരു കത്ത് എന്നാണല്ലോ. അപ്പോൾ അത് ഏകവചനാണ് അല്ലെങ്കിൽ സിംഗുലർ ആണ്. അപ്പോൾ ഈസാണോ വാസാണോ ഉപയോഗിക്കുക? ഈസാണ് ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ അതിന് ശേഷം നോക്കൂ, എ ലെറ്റർ ഈസ്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഏത് വേർബാണെങ്കിലും ഏത് ക്രിയയാണെങ്കിലും V3യിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റൈറ്റ് എന്നാണ് ഇവിടെ, റൈറ്റ്സ് എന്നാണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ റൈറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ V3യിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ റിട്ടൺ അല്ലേ? റൈറ്റിൻ്റെ V3 റിട്ടൺ അല്ലേ? റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പോൾ ആൻസർ എന്താ വന്നത്? എ ലെറ്റർ ഈസ് റിട്ടൺ. എ ലെറ്റർ ഈസ് റിട്ടൺ. പിന്നെ വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞു അല്ലേ? ഇതിൽ തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ്, അത് പാസീവ് സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഈ എങ്ങനെ എഴുതാ? എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഷീ എന്നാണോ എഴുതുക? അങ്ങനെ എഴുതാൻ പറ്റില്ല. ഈ ഷീ എന്ന് വന്നത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തായപ്പോഴാണ്. ഈ ഷീനെ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ ഹെർ എന്നാക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഷീനെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഹെർ എന്നാക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന കോളത്തിൽ അത് കൊടുത്തിട്ടില്ല, പക്ഷേ നമ്മൾ ആൻസർ നിർബന്ധമായിട്ടും അത് എഴുതണം കേട്ടോ. കോളത്തിൽ അത് വിട്ടുപോയതായിരിക്കും, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. എങ്ങനെയാണ് പറഞ്ഞത്? എ ലെറ്റർ is written by her. ഓക്കെ, by her. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി, അവിടെ ഉണ്ടായിരുന്ന ഒബ്ജക്റ്റാണ് ലെറ്റർ എന്ന് പറയുന്നത്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? സബ്ജക്റ്റായി. അവിടെ ഉണ്ടായിരുന്ന വേർബാണ് റൈറ്റ്സ്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ V3 ആയി. ഞാൻ ഇവിടെ എഴുതിയൊക്കെ ഉണ്ട് V3. ഇത് സബ്ജക്റ്റ്. അവിടെ ഉണ്ടായിരുന്ന സബ്ജക്റ്റാണ് ഷീ. അത് ഇങ്ങോട്ട് വന്നപ്പോൾ ഒബ്ജക്റ്റായി, അത് ഹെർ എന്നായിട്ട് മാറും ചെയ്തു. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കേസാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ പാസീവ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കുക, സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കുക. V3 എന്ന് ഏത് വേർബാണെങ്കിലും അതിൻ്റെ V3 ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സബ്ജക്റ്റ്, അതായത് ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ ഈസ് എന്ന് കൊടുക്കുക. ബഹുവചനമാണെങ്കിലോ, ഇപ്പോൾ ലെറ്റേഴ്സ് എന്നായിരുന്നെങ്കിലോ, ഞാനൊരു ചെറിയൊരു മാറ്റം, ഷീ റൈറ്റ്സ് ലെറ്റേഴ്സ്, അങ്ങനെയാണ് ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എവിടേക്ക് സബ്ജക്റ്റായിട്ട് എടുക്കൂലേ? അപ്പോൾ നമ്മൾ എ ലെറ്റർ എന്ന് എടുക്കാൻ പറ്റില്ല, ലെറ്റേഴ്സ് എന്ന് എടുക്കണം. അപ്പോൾ എങ്ങനെ ആൻസർ വരിക? ലെറ്റേഴ്സ് ഈസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ലെറ്റേഴ്സ് ആർ എന്ന് പറയണം. ലെറ്റേഴ്സ് ആർ റിട്ടൺ ബൈ ഹർ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു റൂള് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ പാസീവ്ക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആറ് പ്ലസ് V3, ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നോട്ടിൽ എഴുതി വെച്ചോളൂ കേട്ടോ. നോക്കൂ, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആറ് പ്ലസ് V3.
സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് V3. അതാണ് റൂള്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതേ സെൻറ്റൻസിനെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റിയിട്ടുള്ളതാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നാണ് ചോദ്യം. ഓക്കെ, ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇനി നമ്മൾ പഴയ പോലെ തന്നെ ചിന്തിക്കണം. ഇതിലെ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ആക്കണം. ഇതിലെ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കണം. അപ്പോൾ ഇതിലെ ഒബ്ജക്റ്റ് എന്താ? ലെറ്റർ തന്നെയാണല്ലോ, എ ലെറ്റർ ആണല്ലോ. അപ്പോൾ അതേപോലെ എ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നോക്കൂ, എ ലെറ്റർ എന്ന് പറയുന്നത് ഏകവചനല്ലേ? അപ്പോൾ ഈസാണോ ആറാണോ വരിക? ഈസ്. എ ലെറ്റർ ഈസ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പുതിയൊരാളവിടെ കൊണ്ടുവരണം. നോക്കൂ, ബീയിങ് എന്നാണ് അത് പറയുക. ബീയിങ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ബീയിങ് എന്ന് പറയുന്ന പുതിയ ഒരു വേർഡ് അവിടെ ആഡ് ചെയ്യണം. അതായത് എവിടെയൊക്കെ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കണ്ടോ, ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ബീയിങ് എന്ന് പറയുന്ന വാക്ക്, കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന് ഏത് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, പ്രസൻ്റ് ആയിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, അതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ബീയിങ് നിർബന്ധമാണ്. അത്ര ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ബീയിങ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് വേർബിൻ്റെയും V3. അപ്പോൾ റൈറ്റിൻ്റെ V3 അല്ലെങ്കിൽ റൈറ്റിങ്ങിൻ്റെ V3 റിട്ടൺ. അപ്പോൾ ആൻസർ എന്താ വന്ന് നോക്കൂ, എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് സബ്ജക്റ്റ് ഷീ അല്ലേ, ആരാണ് എഴുതിയത് എന്നുള്ളത് എൻ്റെ ആൻസറാണ് ഷീ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരണ്ടേ. അപ്പോൾ ഷീനെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? നേരത്തെ പറഞ്ഞ പോലെ ബൈ ഹെർ എന്നാവും അല്ലേ, ബൈ ഹെർ. അപ്പോൾ ആൻസർ വായിച്ചു നോക്കൂ, എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ നേരത്തെ പോലെ ഇതിന് ഞാനൊരു ഫോർമുല ഉണ്ടാക്കി തരാം. നേരത്തെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഈസോറ് ആറ് പ്ലസ് V3 അല്ലേ പറഞ്ഞു. ഇവിടെ എങ്ങനെയായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് ഈസോറ് ആറ് പ്ലസ് ഈസോറ് ആറ്. എങ്ങനെ ആറ് വരിക എന്നറിയോ? ഇപ്പോൾ ഇവിടെ ലെറ്റർ ആയതുകൊണ്ടാണ് ഈസ് വന്നത്. നേരത്തെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതേപോലെ ഇവിടെ ലെറ്റേഴ്സ് ആയിരുന്നെങ്കിലോ, ഷീസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെ ആയിരിക്കും? ലെറ്റേഴ്സ് ആർ എന്ന് വെച്ചിട്ട് തുടങ്ങും. ലെറ്റർ അല്ല അപ്പോൾ വരിക, ലെറ്റേഴ്സ് ആർ ബീയിങ് റിട്ടൺ ബൈ ഹെർ എന്നാണ് വരിക. അപ്പോൾ ഫോർമുലയിൽ അത് കൊടുക്കുക, സബ്ജക്റ്റ് പ്ലസ് ഈസോർ ആറ് പ്ലസ് ബീയിങ് പ്ലസ് ബീയിങ് BEING പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇവിടെയും ഒബ്ജക്റ്റ്. ഇതാണ് സെക്കൻഡ് ടെൻസ്, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് ഫോമിലേക്ക് മാറ്റുന്ന രൂപം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ് ശരിക്കും മൂന്നാമത്തെ ടെൻസ്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ പറയാം. എന്നിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് പോകാം കേട്ടോ. പ്രസൻറ്റ് പെർഫെക്റ്റിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തുള്ളത്. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. പ്രസൻറ്റ് പെർഫെക്റ്റിൽ എപ്പോഴും ഹാസും ഹാവും വരും. ഓക്കെ, ഹാസും ഹാവും വരും, V3 വരും. എന്തൊക്കെ വരിക? ഹാസ് വരും അല്ലെങ്കിൽ ഹാവ്. ഹാസും ഹാവ് ഒരുമിച്ച് വരില്ല കേട്ടോ. ഒന്നെങ്കിൽ ഹാസ്, സിംഗുലർ ആണെങ്കിൽ ഹാസ് വരും, ബഹുവചനമാണെങ്കിൽ അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വരും. ഇപ്പോൾ ഷീ ആയതുകൊണ്ട് ഹാസ് വന്നു. ഷീ ഹാസ് റിട്ടൺ എന്ന് പറയുന്നത് V3 ആണ്. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിത് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? നോക്കൂ, എ ലെറ്ററിന് വേഗം എന്ത് ചെയ്യണം? സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ എ ലെറ്റർ. പിന്നെ നോക്കൂ, ഹാസ് റിട്ടൺ എന്നല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ ബീയിങ് ചേർത്തില്ലേ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ, അതേപോലെ ഇവിടെ എന്ത് ചെയ്യാന്നറിയോ? ഹാസ് എന്നുള്ളത് വരുമ്പോൾ അല്ലെങ്കിൽ ഹാസ് വരുമ്പോൾ, ഹാവ് വരുമ്പോൾ, ഹാഡ് വരുമ്പോൾ ഇങ്ങനെ ഒറ്റടിക്ക് ഓർക്കണമായിരിക്കും നന്നാവുക. ഹാസോ ഹാവോ ഹാഡോ വരികയാണെങ്കിൽ എപ്പോഴും ആൻസറിൽ ഉണ്ടാവേണ്ടത് എന്താണെന്നറിയോ? ഹാഡ് ബീൻ പ്ലസ് V3 ആണ്. എന്താണ്? ഹാഡ് ബീൻ പ്ലസ് V3. മറക്കണ്ട, ഹാഡ് പ്ലസ് ബീന് പ്ലസ് V3. അത് ആൻസറിൽ കാണാനും പറ്റും നിങ്ങൾക്ക്. നോക്കൂ, എ ലെറ്റർ കഴിഞ്ഞിട്ട് ഹാസ് ബീൻ ആണ്, സോറി, ഹാസ് വരികയാണെങ്കിൽ ഹാസ് ബീൻ പ്ലസ് V3, ഹാവ് വരികയാണെങ്കിൽ ഹാവ് ബീൻ പ്ലസ് V3, ഹാഡ് വരികയാണെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് V3. ഒന്നും കൂടെ പറയാം, നേരത്തെ പറഞ്ഞത് ഒരുമിച്ച് ആയതുകൊണ്ട് മാറിയതാണ്. ഹാസ് ആണ് വരുന്നതെങ്കിൽ ഹാസ് ബീൻ പ്ലസ് V3 കേട്ടോ. ഹാവ് ആണ് വരുന്നതെങ്കിലോ ഹാവ് ബീൻ പ്ലസ് V3, ഹാഡ് ആണെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് V3. ഓക്കെ, അപ്പോൾ സിംഗുലർ ആകുമ്പോൾ ഹാസ് ആണ് വരിക, നിങ്ങൾക്ക് അറിയാലോ. ഏകവചനം ആകുമ്പോൾ ഹാസ് അല്ലേ വരിക. ഷീ ഹാവ് വരൂലല്ലോ, ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ എന്നാണ് വരിക അല്ലേ. അപ്പോൾ ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്യുക. ലെറ്റർ എന്ത് ചെയ്യണം? മുന്നിലേക്ക് വരണം. ലെറ്റർ മുമ്പേക്ക് വരിക എന്ന് പറയുമ്പോൾ എ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എ ലെറ്റർ. പിന്നെ എന്ത് വരണം? ഹാസ് വരണം, ബീന് വരണം, V3 വരണം. അപ്പോൾ എ ലെറ്റർ ഹാസ് ബീൻ അല്ലേ. പിന്നെ V3 റിട്ടൺ. പിന്നെ ബൈ ഹർ എന്ന് കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ബൈ ഹെർ അല്ലേ. ഈ ബൈ ഹെർ എവിടുന്ന വന്നത് നിങ്ങൾക്ക് അറിയില്ലേ? ഷീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് പോകുമ്പോൾ ഹെറാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു ബൈയും കൂടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ
ഹർ എന്നാണ് ആൻസർ വരിക. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ലെറ്റർ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് പോയി. അത് സിംഗുലർ ആയതുകൊണ്ട് എന്താണ്? ഹാസ് ബീൻ ആണ് വരിക. കാരണം സിംഗുലർ ആകുമ്പോൾ ഹാസ് ആണ് ചോദ്യത്തിൽ വരിക. അപ്പോൾ ആൻസറിലും എന്ത് ചെയ്യണം? ഹാസ് ബീന് വരണം. ഓക്കെ, ഹാസ് വരുമ്പോൾ ഹാസ് ബീന്, ഹാവ് വരുമ്പോൾ ഹാവ് ബീൻ. ഇവിടെ ലെറ്റേഴ്സ് ആയിരുന്നെങ്കിൽ ശ്രദ്ധിക്കണേ, ലെറ്റേഴ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ ഹാസ് ബീൻ ഉപയോഗിക്കാൻ പറ്റില്ല. പകരം എന്ത് ഉപയോഗിക്കണം? ഹാവ് ബീൻ ഉപയോഗിക്കണം. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഫോർമുല ഉണ്ടാക്കിയാലോ? എങ്ങനെ വരിക? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ അല്ലേ? ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി അടുത്തത് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടെൻസാണ്, സിമ്പിൾ പാസ്റ്റ്. ഇതേ സെൻറ്റൻസിൻ്റെ സിമ്പിൾ പാസ്റ്റ് കേട്ടോ. ഷീ റോട്ട് എ ലെറ്റർ എന്നാണ് ചോദ്യം. ഷീ റോട്ട് എ ലെറ്റർ. ഷീ റൈറ്റ്സ് എ ലെറ്റർ ആയിരുന്നു സിമ്പിൾ പ്രസൻറ്റ് അല്ലേ? അത് ഷീ റോട്ടായി മാറി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ പോലെ തന്നെ ലെറ്റർ എന്ത് ചെയ്യുക? സബ്ജക്റ്റായി കൊണ്ടുവരിക. എ ലെറ്റർ എന്ന് വെച്ചിട്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ ഏകവചനമായതുകൊണ്ട് ഈസ് പ്ലസ് V3 അല്ലേ ചേർത്തത്. ഇവിടെ അത് ഈസ് പ്ലസ് V3 ആവാൻ കാരണം പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട്. അപ്പോൾ പാസ്റ്റിലേക്ക് മാറിയല്ലോ. അപ്പോൾ അവിടെ ഈസിന് പകരം വാസ് കൊണ്ടുവരിക. എ ലെറ്റർ വാസ്, എ ലെറ്റർ വാസ്. പിന്നെ V3 റിട്ടേൺ ബൈ ഹർ. ഈ ബൈ ഹർ വരുന്നത് ഷീൽ നിന്നാട്ടോ, അത് മറക്കണ്ട. അത് നിങ്ങൾ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിന് നമുക്കൊരു ഫോർമുല ഉണ്ടാക്കാം. എന്തൊക്കെയാണ്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേറാണ് വരിക. ഈ വേർ എങ്ങനെ വരിക എന്നറിയാം. ഇപ്പം ഞാൻ ലെറ്റർ ആയതുകൊണ്ടാണ് ഇവിടെ വാസ് കൊടുത്തത്. ഇത് ലെറ്റേഴ്സ് ആയിരുന്നെങ്കിലോ? ഷീ റോട്ട് ലെറ്റേഴ്സ് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് വേർ റിട്ടേൺ ബൈ ഹർ എന്നാണ് വരിക. അതുകൊണ്ടാണ് ഫോർമുലയിൽ വാസ് ഓർ വേർ പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. മക്കളെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നിങ്ങൾ കാട് കയറി ചിന്തിക്കാതെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഡിസ്കസ് ചെയ്തു. ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അതേപോലെ ഇവിടെ നോക്കൂ, ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ ആണ്. അപ്പോൾ എന്ത് മാറ്റമായിരിക്കും വരിക? ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എ ലെറ്റർ ഈസ് ബീങ് റിട്ടൺ എന്നാണ് പറഞ്ഞത്. ഈസ് ബീങ് ആണ്. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഈസ് ബീങ് മാറ്റിയിട്ട് വാസ് ബീങ് കൊടുക്കുക, പ്ലസ് V3 കൊടുക്കുക, ബൈ ഹെർന്ന് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. ഓക്കെ, ആൻസർ നോക്കൂ. എ ലെറ്റർ വാസ്, നോക്കൂ, ലെറ്റർ വാസ് ബീയിങ്. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഏത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലും ബീയിങ് പ്ലസ് V3 വരും എന്നുള്ളത്. അതാണ് നിങ്ങളെ മനസ്സിലുണ്ടാകേണ്ടത് കേട്ടോ. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഫോർമുല എന്തായിരിക്കും വരിക? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ഫ്ലൂറൽ ആകുമ്പോൾ ഇവിടെ ലെറ്റേഴ്സ് ആയിരുന്നെങ്കിൽ ലെറ്റേഴ്സ് വേർ ബീയിങ് റിട്ടൺ ബൈ ഹെർ എന്നാണ് വരിക കേട്ടോ. അപ്പോൾ ഷീ വാസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞല്ലോ, ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ എന്നാണ് വരിക. നോക്കൂ, ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ എന്നാണ് വരിക. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്മൾ ഹാസ് ആകുമ്പോൾ ഹാസ് ബീൻ പ്ലസ് V3 അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഹാഡ് ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഹാഡ് ബീൻ പ്ലസ് V3 ആക്കിയാൽ മതി. അപ്പോൾ ആൻസർ നോക്കൂ, എ ലെറ്റർ ഹാഡ് ബീൻ. നോക്കൂ, എ ലെറ്റർ ഹാഡ് ബീൻ പ്ലസ് V3, അതായത് റിട്ടൺ ബൈ ഹർ എന്നാണ് ആൻസർ വരിക. ഇനിയിപ്പോൾ ഇത് ബഹുവചനാണെന്ന് വിചാരിക്കുക, അതായത് ലെറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ലെറ്റേഴ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ ലെറ്റേഴ്സ് ആവണല്ലോ, അപ്പോഴും മാറ്റമൊന്നും ഉണ്ടാവില്ല. പ്രസൻറ്റിലാവുമ്പോൾ സിംഗുലറിൻ്റെ കൂടെ ഹാസ് ബീൻ പ്ലസ് V3, പ്ലൂറലിൻ്റെ കൂടെ ലെറ്റേഴ്സ് ആകുമ്പോൾ ഹാവ് ബീൻ പ്ലസ് V3 ഞാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, രണ്ടിനും ഹാഡ് ബീൻ പ്ലസ് V3 ആണ് ആൻസർ വരിക. അപ്പോൾ ഫോർമുല നമുക്ക് ഒറ്റൊന്ന് മതി, അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമുക്ക് വരുന്ന പാസീവ് വോയിസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ താഴെ ഞാൻ കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് അത് വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചില സെൻറ്റൻസസ് ഗോയിങ് ടു വെച്ചിട്ട് ചോദിക്കും. ഷീ ഈസ് ഗോയിങ് ടു റൈറ്റ് എ ലെറ്റർ. ഷീ ഈസ് ഗോയിങ് ടു റൈറ്റ് എ ലെറ്റർ. ഇതിന് ശരിക്കും പറയാം എന്താ പറയുക, ഫ്യൂച്ചർ ബി എന്നാണ് ഇതിന് പറയുക. അതായത് ഗോയിങ് ടു വെച്ചിട്ട് പറയുന്ന സെൻറ്റൻസിന് ഫ്യൂച്ചർ ബി. അതായത് ശരിക്കും ഇവിടെ ഗോയിങ് ടു റൈറ്റ് എ ലെറ്റർ എന്ന് പറയുന്നത് അവൾ കത്ത് എഴുതാൻ നടന്നു പോകുക, അങ്ങനെയല്ല. അവൾ ഒരു കത്ത് എഴുതാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയണം. അതുകൊണ്ടാണ് ഫ്യൂച്ചർ ആണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചർ ബി വരുന്ന സമയത്ത്
ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കുക. അതായത് എ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് ഈസ് കൊടുക്കുക. പിന്നെ ഗോയിങ് ടു എന്നുള്ളതിൽ വന്നിട്ടുണ്ട്, ആ ഗോയിങ് ടു അതുപോലെ കൊടുക്കുക. പിന്നെ ഒരു ബി ചേർത്ത് കൊടുക്കണം. അതാണ് അതിൽ അഡീഷണൽ ആയിട്ട് വരുന്നത്. ബി ആഡ് ചെയ്യേണ്ടത് ആകെ ഒരു കാര്യമുള്ളൂ, ബി. അപ്പോൾ ആൻസർ എന്താ വരിക? എ ലെറ്റർ ഇസ് ഗോയിങ് ടു ബി റിട്ടൺ ബൈ ഹർ എന്ന് ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ അത്രയും കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫോർമുല വേണമെങ്കിൽ പറയാം, സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് ഗോയിങ് ടു പ്ലസ് ബി പ്ലസ് V3, ഓക്കെ, പ്ലസ് ഒബ്ജക്റ്റ്, അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, ഇനി ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾ മൈന്യൂട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. മുകളിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളൂ കേട്ടോ. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഹാസ് ടു എന്ന് വെച്ചിട്ട് തുടങ്ങുന്ന ഹാസ് ടു വരുന്ന സെൻറ്റൻസുകളായിരിക്കും. ഷീ ഹാസ് ടു റൈറ്റ് എ ലെറ്റർ. അവൾക്കൊരു കത്ത് എഴുതേണ്ടതുണ്ട്, അതാണ് അതിൻ്റെ ആൻസർ, അർത്ഥം. ഷീ ഹാസ് ടു റൈറ്റ് എ ലെറ്റർ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? എ ലെറ്റർ ഹാസ് ടു ബി. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിനെ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുക? ഹാസ് ടു അതുപോലെ കൊടുക്കുക. ശേഷം ആഡ് ചെയ്യേണ്ട ആൾ എന്ന് പറയുന്നത് നേരത്തെ പോലെ ബി എന്നുള്ളത് മാത്രമാണ്. ലെറ്റർ ഹാസ് ടു ബി റിട്ടൺ ബൈ ഹർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കേസ് മോഡൽ ഓക്സിലറി വെർബ്സ് ഉണ്ടല്ലോ, ഷോള് ഷുഡ് മേ, ഷോള് ഷുഡ് മേ മൈറ്റ് വില്ല് വുഡൊക്കെ. അതിലിപ്പോൾ ഷുഡ് പോലുള്ള മോഡൽ വെച്ചിട്ട് ചോദ്യങ്ങൾ വരിക, മോഡൽ ഓക്സിലറി വെച്ചിട്ട് ചോദ്യം വരികയാണെങ്കിൽ ഷീ ഷുഡ് റൈറ്റ് എ ലെറ്റർ. അവർ കത്ത് നിർബന്ധമായിട്ടും എഴുതേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലെറ്റർ ഷുഡ് ബി റിട്ടൺ. ഷുഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏത് മോഡൽ ഓക്സിലറി ആണോ വന്നിട്ടുള്ളത് അതിനുശേഷം ബി പ്ലസ് V3 കൊടുത്താൽ മതി. എ ലെറ്റർ ഷുഡ് ബി റിട്ടൺ. ഓക്കെ, പിന്നെ ഈ മോഡൽ ഓക്സിലറി വേർബ് പ്ലസ് ഹാവ് പ്ലസ് V3 വരുന്ന കേസുകളുണ്ട്. അതൊക്കെ വളരെ റെയർ കേസാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അവിടെ ഹാവ് ആണ് എങ്കിൽ ഹാവിന് ശേഷം ബീൻ പ്ലസ് V3 കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഹാവ് ആണെങ്കിൽ ഹാവ് ബീൻ പ്ലസ് V3. അപ്പോൾ നോക്കൂ, ഞാൻ എന്താ ചെയ്തത്? ലെറ്റർ, ബാക്കിയുള്ള കൺവേർഷനൊക്കെ അതിൽ പെടും കേട്ടോ. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആണോ, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആണോ, അതൊക്കെ അതിൽ വരും. എ ലെറ്റർ മസ്റ്റ് ഹാവ് ബീൻ റിട്ടൺ ബൈ ഹർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറാൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിലൊക്കെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നോക്കൂ, ഐ മേക്ക് എ കേക്ക് എന്നാണ് ചോദ്യം തന്നിട്ടുള്ളത്. എങ്ങനെ നമ്മൾ മാറ്റുക? നമ്മളിപ്പോൾ പഠിച്ചു സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കണം, ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കണം എന്നൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ഇതിലെ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റ് ഏതൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ഇത് ആണ് സബ്ജക്റ്റ്, ഇതാണ് വേർബ്, ഇതാണ് ഒബ്ജക്റ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സെൻറ്റൻസിൽ ഇത് സബ്ജക്റ്റായിട്ട് വരണം, ഇത് ഒബ്ജക്റ്റായിട്ടും വരണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ കേക്ക് അല്ലേ? എ കേക്ക് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്, അപ്പോൾ അത് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് വരണം. പിന്നെ കേക്ക് എന്ന് പറയുന്നത് ഒന്നല്ലേ, അപ്പോൾ അവിടെ ഈസാണ് കൊടുക്കുക. എ കേക്ക് ഈസ്. പിന്നെ നമ്മൾ പറഞ്ഞു ഏത് വേർബായാലും അതിൻ്റെ V3 വരണം എന്ന് പറഞ്ഞു. അപ്പോൾ മേക്കിൻ്റെ V3 എന്താ? മെയ്ഡ് അല്ലേ? എ കേക്ക് ഈസ് മെയ്ഡ്. പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത് സബ്ജക്റ്റ് ആണ്, അതായത് ഐ ആണ്. ഐ എന്ന് പറയുമ്പോൾ ബൈ ഐ എന്ന് പറയില്ല, ബൈ മീ എന്നാണ് പറയുക കേട്ടോ. ഷീനെ നമ്മൾ ഹെർന്നാക്കിയില്ല, അതുപോലെ ബൈനെ നമ്മൾ ഐനെ നമ്മൾ മീന്നാക്കണം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എ കേക്ക് ഈസ് മെയ്ഡ് ബൈ മീ എന്നാണ് ആൻസർ വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഷീ പ്ലേസ് ഫുട്ബോൾ. ഫുട്ബോൾ സബ്ജക്റ്റ് ആയിട്ട് വരണം. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഏകവചനല്ലേ, ഒന്നല്ലേ? അപ്പോൾ ഈസ് അല്ലേ വരിക? ഫുട്ബോൾ ഈസ്. പിന്നെന്താ വരേണ്ടത്? പ്ലേസ് അല്ലേ? പ്ലേസിൻ്റെ V3. ഫുട്ബോൾ ഈസ് പ്ലേഡ് ബൈ. ഷീ എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റ് ഹെർ. ഫുട്ബോൾ ഈസ് പ്ലേഡ് ബൈ ഹെർ. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ഹാവ് മെയ്ഡ് എ കേക്ക് അല്ലേ? സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത് എ കേക്ക്. എ കേക്ക് എന്ന് പറയുന്നത് ഒന്നാണോ രണ്ടാണോ? അല്ലെങ്കിൽ ഒന്നാണോ ഒന്നിലധികമാണോ? ഒന്നാണ്, സിംഗുലർ ആണ്. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നോക്കൂ, ഹാവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാവ് വന്നാൽ ഹാവ് ബീന്, ഹാസ് വന്നാൽ ഹാസ് ബീന്, ഹാഡ് വന്നാൽ ഹാഡ് ബീന്. അപ്പോൾ ഇവിടെ എന്ത് കൊണ്ടുവരണം? ഹാവ് ബീന് കൊണ്ടുവരണം. ഓക്കെ, എ കേക്ക് ഹാവ് ബീൻ. V3 വരട്ടെ. അടുത്തത് മെയ്ഡ് എന്നുള്ളത് ഓൾറെഡി V3 ആണ്. എ കേക്ക് ഹാവ് ബീൻ മെയ്ഡ് ബൈ. ആരാണ് ഉണ്ടാക്കിയത്? ഐ എന്ന് പറയുമ്പോൾ ഞാനാണ്, അതായത് മീ എന്ന് കൊടുക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇവിടെ ഗ്രാമർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു റൂള് കാണാതെ അങ്ങോട്ട് പഠിക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ വിൽ മേക്ക് എ കേക്ക്. വില്ലാണ് അല്ലേ? ഫ്യൂച്ചറാണ്. നമ്മൾ നേരത്തെ ഫ്യൂച്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞില്ലേ?
ടു ബി എന്ന് കൊടുക്കുക അല്ലേ? ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. എ കേക്ക് ടു ബി അല്ലെങ്കിൽ ബി എന്ന് കൊടുക്കണം കേട്ടോ. എ കേക്ക് വില്ലല്ലേ ഓക്സിലറി. അപ്പോൾ ആ ഓക്സിലറി ഇവിടെ അതുപോലെ കൊടുക്കുക. എ കേക്ക് വിൽ ബി, ഞാൻ പറഞ്ഞില്ലേ ബി നിർബന്ധമാണ്. ഓക്സിലറി വേർബിന് ശേഷം ബി കൊടുക്കണം കേട്ടോ. എ കേക്ക് വിൽ ബി മേക്കിൻ്റെ V3. എന്താണ് മേക്കിൻ്റെ V3? മെയ്ഡ് ബൈ ഹർ അല്ല ബൈ മീ അല്ലേ? ആയി എന്നല്ലേ? അപ്പോൾ ബൈ മീ എന്ന് വരും കേട്ടോ. എ കേക്ക് വിൽ ബി മെയ്ഡ് ബൈ മീ. ലാസ്റ്റ് നോക്കൂ. ഹി ഹാസ് പ്ലേഡ് ഫുട്ബോൾ. ഫുട്ബോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഏകവചനമാണ്. അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ? ഇവിടെ ഓൾറെഡി ഹാസ് കൊടുത്തിട്ടുണ്ട്. ആ ഹാസ് കൊടുക്കുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഹാസ് ആണെങ്കിൽ ഹാസ് ബീൻ വേണം അല്ലേ? ഫുട്ബോൾ ഹാസ് ബീൻ പ്ലേ എന്നുള്ള പ്ലേഡിൻ്റെ V3. പ്ലേഡ് എന്നുള്ളത് ഓൾറെഡി V3 ആണ്. സോ ആൻസർ ഫുട്ബോൾ ഹാസ് ബീൻ പ്ലേഡ് ബൈ ഹീ എന്നല്ലേ? ഹീ എന്ന് പറയുമ്പോൾ ഹിം ആണ് ആൻസർ വരും കേട്ടോ. സബ്ജക്റ്റ് ഹീ ആണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ഹിം ആയിട്ട് മാറും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ ക്ലാരിഫൈ തരുന്നതാണ്. അപ്പോൾ ആ ഒരു സെക്ഷന് അവിടെ തീർന്നു. അപ്പോൾ നമ്മളിപ്പോൾ 2 സെക്ഷൻസ് തീർത്തു. ഒന്ന് ഇഫ് ക്ലോസ്, രണ്ടാമത്തത് പാസീവ് ഓർ ആക്റ്റീവ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതും ഡയറക്റ്റായിട്ട് ചോദ്യം തരും, ആൻസർ കണ്ടെത്താനായിരിക്കും. അപ്പോൾ കുറച്ച് വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ നമ്മളിവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആൻസേഴ്സും ചോദ്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് നോക്കാം. ഓക്കെ, ചോദ്യം നമ്പർ 1. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ്, ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഏതാണ് ശരിച്ച അത് ഈ ബ്ലാങ്ക്സിൽ കൊടുക്കുക വേണ്ടത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ചോദ്യങ്ങളാണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഓർ ഹാവ് സബ്മിറ്റഡ് ദി അസൈൻമെൻറ്റ്. ഇതിപ്പോൾ നമ്മളെങ്ങനെ ആൻസർ ചെയ്യാന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ക്ലൂ നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളെ ഡൗട്ടുകൾ, ഇതിലൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ആ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ കമൻറ്റിൽ തന്നെ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരണ്ട്. ഓക്കെ, അപ്പോൾ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ മക്കളെ ഒരു കുട്ടി എന്നാണോ കുറേ കുട്ടികൾ എന്നാണോ എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ്, ഈച്ച് എന്ന് പറഞ്ഞാൽ ഓരോ എന്നാണ് അല്ലേ? ഓരോ. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഓരോ കുട്ടികളും എന്നാണോ ഓരോ കുട്ടിയും എന്നാണോ? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഓരോ കുട്ടികളും. പക്ഷെ ഓരോന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഓരോ കുട്ടികളും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളുണ്ടല്ലോ അതിനെ ഏകവചനമായിട്ടാണ് എടുക്കേണ്ടത്. ഈച്ച് വരികയാണെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ മതി. ഈച്ച് വരികയാണെങ്കിൽ അത് സിംഗുലർ ആണ്. സിംഗുലർ ആവുമ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ വരിക? ഹാസ് ആണ്. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. എന്താണ്? ഹാസ് അല്ലേ? ഹാസ്. ഈച്ച് സ്റ്റുഡൻസ് ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ്. ഓരോ കുട്ടികളും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. ഇനി അടുത്ത് നോക്കൂ. നൈദർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് ഈസ് ഓർ ആർ റെഡി. ടീച്ചറും കുട്ടികളും റെഡി അല്ല. നോക്കൂ, അവിടെ ഭയങ്കര കൺഫ്യൂസിങ് ആണ് ആ സെൻറ്റൻസ്. നൈദർ ദ ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ. നോർ ദ സ്റ്റുഡൻസ്, കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഇതിലിപ്പോൾ ഏതാണ് എടുക്കേണ്ടത്? ആദ്യത്താണോ എടുക്കേണ്ടത്? രണ്ടാമത്താണോ എടുക്കേണ്ടത്? ആദ്യത്തത് എടുക്കുകയാണെങ്കിൽ ഏകവചനമായിരിക്കും, അപ്പോൾ ഈസ് കൊടുക്കണം. രണ്ടാമത്തതാണെങ്കിൽ ബഹുവചനമാണ്, അപ്പോൾ ആറ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ ബ്ലാങ്കിൻ്റെ തൊട്ടടുത്ത സബ്ജക്റ്റ് എടുക്കുക. അതാണ് എൻ്റെ റൂള്. ബ്ലാങ്ക് വരുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്കിൻ്റെ ഡാഷ് കൊടുത്തതിൻ്റെ തൊട്ടടുത്ത ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അതായിരിക്കും അതിൻ്റെ സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് സ്റ്റുഡൻസിനെയാണ്. ഈ സ്റ്റുഡൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആൻസറായിട്ട് വരേണ്ടത് ഏതായിരിക്കും? ആറല്ലേ വരിക അല്ലേ? കാരണം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ബഹുവചനമാണല്ലോ. അപ്പോൾ ആറ് എന്നാണ് ആൻസർ വരേണ്ടത്. ഇതിൻ്റെ റൂള് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നൈദർ ഓർ നോർ വരുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, എയ്തർ ഓർ ഓറൊക്കെ വരുന്ന സമയത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറലിൻ്റെ റൂൾ അപ്ലൈ ചെയ്യുക. നിയറസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലറിൻ്റെ റൂൾ അപ്ലൈ ചെയ്യുക. അത്ര ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ആറാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബൊക്കെ ഓഫ് റോസസ്. ബൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ അല്ലേ? ഇങ്ങനെ ചട്ടി പോലെ, പൂച്ചട്ടി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? എ ബൊക്കെ ഓഫ് റോസസ് സ്മെൽ ഓർ സ്മെൽസ് സ്വീറ്റ് എന്നാണ് ചോദ്യം. ഒരു ബൊക്കെ റോസസ് ഉണ്ട്, അത് നല്ല സ്വീറ്റ് സ്മെല്ലുള്ള റോസസ് ആണ്. അപ്പോൾ അവിടെ സ്മെൽസ് എന്നാണോ കൊടുക്കേണ്ടത്, സ്മെൽ എന്നാണോ കൊടുക്കേണ്ടത്?
ബൊക്കെ എന്ന് പറയുമ്പോൾ നോക്കൂ, ഒരു ബൊക്കെയാണ്, അവിടെ ബൊക്കെ ഒന്നുള്ളൂ. അപ്പോൾ അവിടെ ഒന്നായിട്ടാണ് അതിനെ എടുക്കേണ്ടത്. റോസസിന് റോസസ് കുറേ ഉണ്ടാവും, പക്ഷേ ഇതിലെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബൊക്കെയാണ്, റോസസ് അല്ല. മനസ്സിലായി പറഞ്ഞത്? മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബൊക്കെയാണ്, കാരണം അതിൻ്റെ അകത്തല്ല ഈ റോസസ് ഉള്ളത്. അതുകൊണ്ട് ബൊക്കെ മെയിൻ സബ്ജക്റ്റായി എടുക്കുമ്പോൾ സിംഗുലർ ആണ്. സോ ആൻസർ വരേണ്ടത് സ്മെൽസ് ആണ്. ഈ സ്മെൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സിംഗുലറിൻ്റെ കൂടെ വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഏകവചനമാകുമ്പോൾ ഡസ് ഫോം ഉപയോഗിക്കണം എന്ന് പറഞ്ഞൊരു റൂളുണ്ട്. അപ്പോൾ ഇവിടെ ഏകവചനമല്ലേ ബൊക്കെ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡസ് ഫോം എന്ന് പറയുമ്പോൾ സ്മെൽസ് എന്ന് പറയുമ്പോൾ ഡസ്സിന് ഈക്വൽ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആൻസർ സ്മെൽസ് ആണ്. ഞാൻ അടുത്ത് നോക്കും, മാത്തമാറ്റിക്സ് ഈസ് ഓർ ആർ മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് ഈസ് എന്നാണോ ആർ എന്നാണോ പറയണ്ടേ? മാത്തമാറ്റിക്സ് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? ഒന്നാണോ രണ്ടെണ്ണാണോ? ഒറ്റൊന്നല്ലേ ഉള്ളൂ മാത്തമാറ്റിക്സ്. അവിടെ എസ് ഉണ്ട്, കുട്ടികൾക്ക് കൺഫ്യൂസ്ഡ് ആവുക ഇവിടെയാണ്. ബഹുവചനത്തിന് ലാസ്റ്റ് എസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഡോഗ് എന്ന് പറയുമ്പോൾ ഒരു ഡോഗ്, ഡോഗ്സ് എന്ന് പറയുമ്പോൾ കുറേ ഡോഗ്സ്. അതേപോലെ മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ കുറേ അങ്ങനെ ചിന്തിക്കണ്ട, ഒറ്റ ഒരു സബ്ജക്റ്റാണത്. അതുകൊണ്ട് തന്നെ ഈസാണ് ആൻസർ വരിക കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കൂ, ദ ന്യൂസ് ഈസ് ഓർ ആർ ഷോക്കിംഗ്. ന്യൂസ് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്ന ന്യൂസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന ന്യൂസ്. അത് ന്യൂസ് എന്ന് പറയുമ്പോൾ ന്യൂസ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കാണത്, ഒറ്റ സിംഗുലർ എൻറ്റിറ്റിയാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറേ ന്യൂസുകൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒറ്റ വാക്കായിട്ടാണ് ന്യൂസിനെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ വരിക ഈസാണ്. ഇനി അടുത്ത നോക്കൂ, വൺ ഓഫ് ദ ബോയ്സ് വാസ് ഓർ വേർ ആബ്സെൻറ്റ്. ഈ വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളാണ്? കുറേ കുട്ടികളെന്നാണോ? വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറയുമ്പോൾ കുറേ പേര്, അങ്ങനെയാണ് നമ്മളെ മനസ്സിലേക്ക് വരിക. പക്ഷേ വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എന്നാണ് അർത്ഥം വരിക. വൺ ഓഫ് ദ ബോയ്സ് കുട്ടികളിൽ ഒരാൾ എന്നാണ്. കുറേ ആൺകുട്ടികളിൽ ഒരു ആൺകുട്ടി. അപ്പോൾ ഒരു ആൺകുട്ടി ആകുമ്പോൾ ഇവിടെ ഏകവചനത്തിൻ്റെ റൂളല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ വാസാണോ വേറാണോ? ഏകവചനം ആകുമ്പോൾ നമ്മൾ വാസാണോ വേറാണോ കൊടുക്കുക? വാസാണ് കൊടുക്കുക. അപ്പോൾ ആൻസർ വൺ ഓഫ് ദ ബോയ്സ് വാസ് ആബ്സെൻറ്റ്. വേർ ആബ്സെൻ്റ് എന്നല്ല കേട്ടോ വരിക. ഓക്കെ, അടുത്തത് either Riya or her friends have completed the work. എന്താ ആൻസർ വരിക? ഹാസ് ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ഹാവ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ ചോദ്യത്തിൽ ഹാസും ഹാവും ഉണ്ടായിരുന്നു. ആൻസർ എന്ന് പറയുന്നത് ഹാവ് ആണ്. എയ്തർ റിയ ഓർ ഹെർ ഫ്രണ്ട്സ്. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള, അതായത് ബ്ലാങ്കിന് നിയറസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ റൂൾ പറഞ്ഞില്ലേ, അതേ സാധനം നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. എയ്തർ ഓർ വെച്ചിട്ട് വരുന്ന സെൻറ്റൻസിലും ചെയ്യേണ്ടത് ബ്ലാങ്കിന് നിയറസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുക. അപ്പോൾ റിയ എന്ന് പറയുന്നത് ബ്ലാങ്കിൻ്റെ ഡിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ദൂരത്താണ് അല്ലേ. അപ്പോൾ റിയനെ എടുക്കണ്ട, റിയൻ്റെ ഫ്രണ്ട്സിനെ എടുത്താൽ മതി. റിയൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ബഹുവചനല്ലേ. അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണ് വരിക? റിയൻ്റെ കൂടെ ആണെങ്കിൽ ഹാസ് ആണ് വരിക. പക്ഷേ റിയനെ അല്ല ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്, റിയയുടെ ഫ്രണ്ട്സിനെയാണ്. അതിൻ്റെ കാരണം എന്താണ്? നിയറസ്റ്റ് ആയിട്ടുള്ളത് എടുക്കുക. നിയറസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ബ്ലാങ്കിന് തൊട്ടടുത്തുള്ള സബ്ജക്റ്റ് എടുക്കുക. അപ്പോൾ ഹാവ് ആണ് ആൻസർ വരിക കേട്ടോ. അടുത്ത നോക്കൂ, 10 കിലോമീറ്റേഴ്സ് ഈസ് ആണോ ആറാണോ വരിക? 10 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ വേർഡായിട്ടാണ് നമ്മൾ പറയുന്നത്. 10 കിലോമീറ്റേഴ്സ് അല്ലേ. ഞാൻ 10 കിലോമീറ്റർ നടന്നു. അപ്പോൾ 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ കിലോമീറ്റർ ഡിസ്റ്റൻസ് പറയുമ്പോൾ അതുപോലെ ഈ ടൈമൊക്കെ പറയുന്ന സമയത്ത് അതിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 10 കിലോമീറ്റേഴ്സ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. 6 ലോങ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ തെറ്റിപ്പോയി കേട്ടോ. അതേപോലെ അടുത്ത ചോദ്യം, എവ്രി വൺ. ഞാൻ നേരത്തെ ഈച്ച് പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ഈച്ച് പറഞ്ഞല്ലോ. അതേപോലെ എവ്രി വണ്ണും എവ്രിബഡിയൊക്കെ വരികയാണെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. എവ്രി വൺ ലൈക്സ് ആണോ ലൈക്കാണോ? നമ്മൾ ലൈക്സ് പറയപ്പോഴാണ് ഏകവചനം ആകുമ്പോഴല്ലേ. അതുകൊണ്ട് ഇവിടെ ആൻസർ വരിക ലൈക്സ് ആണ്. എവ്രി വൺ ലൈക്സ് ഐസ്ക്രീം. എവ്രി വൺ ആയതുകൊണ്ട് എവ്രി വൺ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരെന്നല്ല, എവ്രി വൺ എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളും. അപ്പോൾ ഓരോരുത്തരെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ലൈക്സ് വന്നത് കേട്ടോ. ഇനി അടുത്തത് അടുത്തത് വേറെ ഒരു ടൈപ്പാണ്. ഓപ്ഷൻ തരും. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇനി ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ശരിക്കുണ്ടല്ലോ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊഹിസീവ്
ഡിവൈസസ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് നമ്മളെ സിലബസിൽ. കൊഹസീവ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾ ദോ, മോർ ഓവർ, ഈവൻ ദോ, ഈവൻ ഇഫ്, ഹവെവർ, ദോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട കുറച്ച് വേർഡ്സാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ കൊഹസീവ് ഡിവൈസസിലും നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ചോദ്യമായിരിക്കും വരിക, സിംഗിൾ ചോദ്യമേ വരുള്ളൂ. അപ്പോൾ ആ ഒരു സിംഗിൾ ചോദ്യം കിട്ടണമെങ്കിൽ നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. നോക്കൂ, ഫസ്റ്റ് ചോദ്യം നോക്കൂ. ഡാഷ് ഇ ഈസ് പുവർ, കോമ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കോമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. കോമ അല്ലെങ്കിൽ അവിടെ അർത്ഥമൊക്കെ മാറിപ്പോവും. കോമ ഈസ് ഹാപ്പി. അപ്പോൾ എന്തോ ആയിട്ടും അയാൾ സന്തോഷവാനാണെന്നാണ് ചോദ്യം അല്ലേ? അതായത് അയാൾ പാവപ്പെട്ടവനായിട്ടും അയാൾ സന്തോഷവാനാണെന്നാണ്. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ എന്താ വരിക? ഓൾദോ ഈസ് പുവർ ഈസ് ഹാപ്പി ആണോ വരിക? മോർ ഓവർ ഈസ് പുവർ ഈസ് ഹാപ്പി ആണോ? ഓൺ ദി അതർ ഹാൻഡ് ഈസ് പുവർ ഈസ് ഹാപ്പി ആണോ? ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. മോർ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു, എന്നിട്ട് അതിക്ക് കുറേ ആഡ് ചെയ്യാനുണ്ടെങ്കിലാണ് മോർ ഓവർ ഉപയോഗിക്കുക. ഇവിടെ അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ മോർ ഓവർ ആൻസർ വരില്ല. ഓൾദോ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നാണ്. എന്നിരുന്നാലും അതിനെ നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നിരുന്നാലും. ഓൺ ദി അതർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞു എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായ വേറെ കാര്യം പറയാൻ പോവാണ്. മനസ്സിലായില്ലേ? ഒരു കാര്യം പറഞ്ഞു അതിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോഴാണ് ഓൺ ദി അതർ ഹാൻഡ്, മറുവശം സംസാരിച്ചാൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക. പക്ഷെ അതൊന്നും സ്യൂട്ടാവുന്നില്ല. അതിൽ സ്യൂട്ടാവുന്നത് ഓൾദോ മാത്രമാണ്. അപ്പോൾ ഓൾദോ എന്ന് കൊടുത്തിട്ട് സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കി. ഓൾദോ ഈസ് പുവർ, അവൻ പാവപ്പെട്ടവനായിട്ട് പോലും, ഓൾദോ ഈസ് അവൻ പാവപ്പെട്ടവനായിട്ട് പോലും ഈസ് ഹാപ്പി, ഭയങ്കര സന്തോഷവാനാണ്. അപ്പോൾ കറക്റ്റ് ആവുന്നുണ്ട് അല്ലേ? സോ ആൻസർ ഓൾദോ കേട്ടോ വരിക. ഇനി അടുത്ത് നോക്കൂ. ദ ഹൗസ് ഈസ് സ്മോൾ ഡാഷ് ഇറ്റ് ഈസ് കംഫർട്ടബിൾ. വീട് ചെറുതാണെങ്കിലും ആണെങ്കിലും എന്നുള്ള ആൻസർ അവിടെ വരണം കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ് വീട്. മോർ ഓവർ വരുമോ? മോർ ഓവർ എന്തിനാ ഉപയോഗിക്കാന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ആഡ് ചെയ്യാനാണ് ഉപയോഗിക്കുക. ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹവെവർ ഏതായിരിക്കും ആൻസർ വരിക? നോക്കൂ. ദ ഹൗസ് ഈസ് സ്മോൾ, ഹൗവെവർ എന്ന് കൊടുത്തിട്ട് ആണ് പിന്നീട് നമ്മൾ ബാക്കി പറയേണ്ടത് ഇറ്റ് ഈസ് കംഫർട്ടബിൾ. അപ്പോൾ എന്നിരുന്നാലും എന്നാണ് നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വീട് ചെറുതാണെങ്കിലും എന്ന് നമുക്ക് അർത്ഥം കിട്ടണം അവിടെ, എന്നാലുള്ളൂ ബാക്കി ഭാഗം നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആൻസർ വരേണ്ടത് ഹൗവെവർ. ഓക്കെ, ഹൗവെവർ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഷീസ് ഇൻ്റലിജൻറ്റ്, അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. മോർ ഓവർ ഷീ വർക്ക്സ് വെരി ഹാർഡ്, അത് ശരിയാണില്ല അല്ലേ? ഹവെവർ ഷീ വർക്ക്സ് വെരി ഹാർഡ്, ദോ ഷീ വർക്ക്സ് വെരി ഹാർഡ്. മക്കളെ ഇതിൻ്റെ ആൻസറും എന്തെന്നെ ആയിരിക്കും വരിക? നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മോർ ഓവർ ആണ്, ഹവെവർ അല്ല. കാരണം ഷീസ് ഇൻ്റലിജൻറ്റ്, അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. മാത്രമല്ല ആ രൂപത്തിലാണ് ആൻസർ വരേണ്ടത്. മോർ ഓവർ ആണ്. ഞാൻ മോർ ഓവർ അല്ല എന്നാണ് പറഞ്ഞത്, മോർ ഓവർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോർ ഓവർ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ആഡ് ചെയ്യാനാണ്. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ അവൾ ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞു. ഇൻ്റലിജൻ്റ് മാത്രമല്ല, ഈ ഇൻ്റലിജൻ്റ് ആയ കുട്ടികൾ അധികം വർക്ക് ചെയ്യണ്ട, അവർക്ക് കിട്ടും, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. അങ്ങനെയല്ല, അവൾ ഇൻ്റലിജൻ്റ് ആയിട്ട് പോലും അവൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോർ ഓവർ അവൾ ബുദ്ധിമതിയായിട്ട് പോലും അവൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആഡ് ചെയ്യാനാണ് ഇവിടെ നമ്മൾ എന്തുപയോഗിച്ച്? മോർ ഓവർ ഉപയോഗിച്ച്. സോ ആൻസർ വരിക എന്താണ്? മോർ ഓവർ കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. ഐ ലൈക്ക് ട്രാവലിംഗ് മൈ സിസ്റ്റർ. ഓപ്ഷൻസിൽ ഹവെവർ ഉണ്ട്, ഓൺ ദി അതർ ഹാൻഡ് ഉണ്ട്, മോർ ഓവർ ഉണ്ട്. പ്രിഫർ സ്റ്റേയിങ് അറ്റ് ഹോം, ഇത് ഓൺ ദി അതർ ഹാൻഡ് എന്നാണ് ആൻസർ വരിക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് നമ്മൾ ഓൺ ദി അതർ ഹാൻഡ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ. ഞാൻ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ സിസ്റ്റർ. കാരണം അവൾക്ക് വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് കാര്യം പറയാനാണ് ഓൺ ദി അതർ ഹാൻഡ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഒരു ആൻസർ എന്താണ്? ഓൺ ദി അതർ ഹാൻഡ് ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? ഓരോന്നിൻ്റെ അർത്ഥം വെച്ചിട്ട് നമ്മളിങ്ങനെ ലിങ്ക് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത നോക്കൂ. ഹി വാസ് ടയേർഡ്, ഈ കണ്ടിന്യൂഡ് വർക്കിംഗ്.
ഹി വാസ് ടയേർഡ്, ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്. ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്നറിയോ? ഈ ദോ എന്ന് പറഞ്ഞാലും ഹവെവർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. ശ്രദ്ധിക്കണേ, ദോ എന്ന് പറഞ്ഞാലും ഹവെവർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. ദോ ഉപയോഗിക്കണമെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ അവസാനത്തിൽ. ഹവെവർ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബ്ലാങ്ക് എവിടെയെന്ന് നോക്കാം. തന്നിരിക്കുന്ന ബ്ലാങ്ക് എവിടെയാണ്? ലാസ്റ്റ് അല്ലേ? അപ്പോൾ അവിടെ ഹവെവർ കൊണ്ടുവരാൻ പറ്റില്ല. മോറോവർ ഏതായാലും പറ്റില്ല, കാരണം മോറോവർ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ 2 ഓപ്ഷൻസ് ആണുള്ളത്, ദോ ഉണ്ട് ഹവെവറും ഉണ്ട്. ഹവെവർ ആണെങ്കിൽ ഒരു നടുവിലൊക്കെ ആണെങ്കിൽ ഹവെവർ ഉപയോഗിക്കായിരുന്നു, പക്ഷെ ഇവിടെ അവസാനത്തിലാണ്. അവസാനത്തിലോ ആദ്യത്തിലൊക്കെ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ ഓൾദോ എന്നാണ് ആൻസർ വന്നത്. ഇവിടെ ഹവെവർ എന്ന് കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഓൾദോ, തുടക്കത്തിലാണെങ്കിൽ ഓൾദോന്നോ ദോന്നൊക്കെ കൊടുക്കാം. അതേപോലെയാണ് ഇവിടെയും വന്നത്. ഇവിടെ ലാസ്റ്റാണ് ബ്ലാങ്ക് വന്നത്, അതുകൊണ്ട് നമ്മളിവിടെ ദോ. അർത്ഥം ഒന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ ദോ എന്ന് പറഞ്ഞാലും ഹവെവർ എന്ന് പറഞ്ഞാലൊക്കെ ഒരേ അർത്ഥമാണ് വരിക. ഹി വാസ് ടയേർഡ്, അവൻ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഹി കണ്ടിന്യൂഡ് വർക്കിംഗ് ദോ, എന്നിരുന്നാലും അവൻ നന്നായിട്ട് ജോലി ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണ്. ഇതും 2 മാർക്കിനൊക്കെ ചോദ്യ പേപ്പറുകളിൽ കാണാറുള്ള ഒരു ചോദ്യമാണ്. റിപ്പോർട്ട് ദ ഫോളോയിങ്. അപ്പോൾ ശരിക്കുണ്ടല്ലോ, ഇതേപോലെ റിപ്പോർട്ട് ചെയ്യാൻ വരില്ല. ഇതൊക്കെ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. 10ാം ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ വരും. പക്ഷെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേതിൻ്റെ ആൻസർ കണ്ടെത്താം. ഇത് ചോദ്യം വരും എന്താണെന്നറിയോ? നേരിട്ട് തരും, എന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് ആ മെത്തേഡിലേക്ക് മറ്റേതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ സീകളുടെ ചാപ്റ്റർ, അതിന്ന് 2 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മദർ സീകൾ ഫാദർ സീകളിനോട് ചോദിക്കുകയാണ്, ക്യാൻ ഐ ഹെൽപ്പ് ഹിം? ആരെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കണത്? യങ് സീകളില്ലേ, ഈ പാറൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്ന അവരുടെ മകനായിട്ടുള്ള സീകളിനെ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറയണം. അപ്പോൾ അച്ഛൻ പറയാണ്, നോ ലെറ്റ് ഹിം ട്രൈ അഗെയിൻ, വേണ്ട അവൻ ഒറ്റയ്ക്ക് ശ്രമിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ ഇതുണ്ടല്ലോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം ആൻസറിൽ നോ വരുന്നുണ്ട് അല്ലേ? നോ എന്ന് വരുന്നുണ്ട്. മാത്രമല്ല ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ക്യാൻ വെച്ചിട്ടാണ്. ക്യാൻ എന്ന് പറയുമ്പോൾ ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബ് കൊണ്ട് വരുന്ന സെൻറ്റൻസ് എപ്പോഴും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന് അറിയാം. പെട്ടെന്ന് എഴുതാം. മദർ സീകൾ ആസ്ക്ഡ് ഫാദർ സീകൾ. ഞാൻ FS എന്ന് എഴുതാണ്. ഫാദർ സീകൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണേ. ഫാദർ സീകളിനോട് എന്ത് ചോദിച്ചു? ഇനി നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഫ് ഫോർ വെദർ കൊണ്ടുവരണം. ഓക്കെ, ഇഫ് ഫോർ വെദർ എഴുതാൻ സുഖം ഇഫ് ആയതുകൊണ്ട് ഞാൻ ഇഫ് കൊണ്ടുവന്നു. ഇഫ് എന്നിട്ട് കൊണ്ടുവരേണ്ടത് എന്താണെന്നറിയോ? ഇഫ് പ്ലസ് സബ്ജക്റ്റാണ് വരേണ്ടത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ് അല്ലേ? ഇതിൽ ഐനെ നമ്മൾ മാറ്റണ്ടേ? റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്രസൻറ്റിൽ വരുന്നൊക്കെ അപ്പുറത്തേക്ക് പാസ്റ്റ് കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് ഐ ആവുമ്പോൾ യു ആണ്, ഐ ആവുമ്പോൾ ഹി ഓർ ഷീ ആണ് വരിക. ഐ ആവുമ്പോൾ ഈ ഓർ ഷീ ആണ്. ഇവിടെ അമ്മയായതുകൊണ്ട് ഷീ ആണ് വരിക അല്ലേ? പെണ്ണല്ലേ? അപ്പോൾ ഇഫ് ഷീ, ഇനി എന്താ മാറ്റേണ്ടത്? ക്യാൻ ആണ് അല്ലേ? ഇഫ് ഷീ ക്യാൻ, ഓക്സിലറി വേർബിനെ മാറ്റേണ്ടത്. ക്യാനെ മാറ്റുമ്പോൾ അത് കുഡ് ആവും അല്ലേ? ഇഫ് ഷീ കുഡ്. പിന്നെ നോക്കൂ, ഹെൽപ്പാണ്. കുഡ് ഓൾറെഡി മാറ്റിയില്ലേ, അതുകൊണ്ട് ഹെൽപ്പിനെ മാറ്റേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു എന്നറിയോ? ക്യാൻ ഒഴിവാക്കിയിട്ട് ഹെൽപ്പ്ഡ് എന്നാക്കിയാൽ മതി. മനസ്സിലായി പറഞ്ഞത്? ക്യാൻ ഒഴിവാക്കുകയാണെങ്കിൽ ഹെൽപ്പ്ഡ്, ക്യാൻ ഒഴിവാക്കാതെ ക്യാനെ കുഡാക്കുമ്പോൾ കുഡ് ഹെൽപ്പ്. അതായത് കുഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്ഡിന് തുല്യമാണ്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ഇഫ് ഷീ കുഡ് ഹെൽപ്പ്, ഇഫ് ഷീ കുഡ് ഹെൽപ്പ് ഹിം. ഓക്കെ, മദർ സീകൾ ആസ്ക്ഡ് ഫാദർ സീകൾ ഇഫ് ഷീ കുഡ് ഹെൽപ്പ് ഹിം. ഇതാണ് ആൻസർ വരിക. എന്താ ഇപ്പോൾ സംഭവിച്ചതെന്നറിയോ? ഇഫ് ക്ലോസ് ആയതുകൊണ്ട്, സോറി എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ഫോർ വെദർ വരണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആരോട് ചോദിച്ചു എന്ന് കൊടുത്തിട്ട് ഇഫ് കൊടുത്തു. എന്നിട്ട് സബ്ജക്റ്റ് നോക്കൂ, ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് മെയിൻ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ ഫോർമുല പഠിച്ചു വെച്ചോണ്ട് കേട്ടോ. ഇഫ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഫോർ വെദർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് മെയിൻ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ആൻസർ എന്താ വരിക? ഫാദർ സീകൾ റിപ്ലൈഡ് ദാറ്റ്. ഫാദർ സീകൾ റിപ്ലൈഡ് ദാറ്റ്. എന്താ റിപ്ലൈ പറയണത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഫാദർ സീകൾ നെഗറ്റീവ്ലി റിപ്ലൈഡ് എന്ന് കൊടുക്കുന്നതാണ് സുഖം. അപ്പം അതിനു വേണ്ടി ഞാൻ അങ്ങനെ കൊടുക്കാൻ പോവാണ്.
ഫാദർ സീകൾ നെഗറ്റീവ്ലി റിപ്ലൈ നോ എന്നായതുകൊണ്ട് കേട്ടോ, നെഗറ്റീവ്ലി റിപ്ലൈഡ് ദാറ്റ്. ഇനി ബാക്കി ഭാഗം ഉണ്ടല്ലോ അതുപോലെ കൊടുത്താൽ മതി. ഇതുണ്ടല്ലോ ലെറ്റ് ഹിം ട്രൈ അഗെയിൻ. നെഗറ്റീവ്ലി റിപ്ലൈഡ് ദാറ്റ് ലെറ്റ് ഹിം ട്രൈ അഗെയിൻ, ലെറ്റ് ഹിം ട്രൈ അഗെയിൻ. അപ്പം മക്കളെ ചോദ്യം വരിക എങ്ങനെയാണെന്നറിയോ? ഇത് മാത്രം തരും, മദർ സീകൾ എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം, ക്യാൻ ഐ ഹെൽപ്പ് ഹിം, ഇതിനെ മാത്രം മാറ്റാനൊക്കെ കാരണം വരിക. റെയറായിട്ട് മാത്രം ഇതുപോലുള്ള കോൺവെർസേഷൻസ് +1-ലും +2-ലും വരാറുള്ളൂ. 10ാം ക്ലാസ്സിലാണെങ്കിൽ കോൺവെർസേഷൻ തന്നെ വരും. ഇതിലേതെങ്കിലും ഒന്നേ വരുള്ളൂ, 2 എണ്ണം വരില്ല. ഇത് രണ്ടും പഠിച്ചു, പക്ഷേ ഒന്നേ വരുള്ളൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഓക്സിലറി വേർബ് കൊണ്ടൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ ഇഫ് ഓർ വെദർ കൊടുത്തിട്ട് ബാക്കി കൺവേർഷൻ നടത്തിയാൽ മതി. സബ്ജക്റ്റിനെ കൊണ്ടുവരിക, പിന്നെ ഓക്സിലറി വേർബിനെ കൊണ്ടുവരിക, പിന്നെ മെയിൻ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രസൻറ്റിലുള്ളതൊക്കെ പാസ്റ്റിക്ക് മാറണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ മാറ്റിയപ്പോൾ ക്യാനിനെ അവിടെ കുഡാക്കി, ഐ ഇവിടെ കൊടുന്നപ്പോൾ എന്ത് ചെയ്തു, ഷീ ആയിട്ട് മാറി. ഈ റൂളൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പോകത്ത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതേ ചാപ്റ്ററിലെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് യങ്സികളാണ്, അമ്മയോടാണ് ചോദിക്കുന്നത്. വാട്ട് ക്യാൻ ഐ ഡു മം? യങ്സികൾ അമ്മയോട് ചോദിക്കുകയാണ്, വാട്ട് ക്യാൻ ഐ ഡു മം? ഞാൻ എന്താ ചെയ്യുക? ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചോദിക്കണം അല്ലേ, ഞാൻ എന്താ ചെയ്യാന്ന് ചോദിക്കണം. അപ്പോൾ മദർ സീകൾ പറയാണ്, യു മേ ട്രൈ അഗെയിൻ, നീ ഒന്നും കൂടെ ശ്രമിച്ചളാ എന്ന് അമ്മ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയണം. അപ്പോൾ ഇത് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ WH ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഒന്ന് ചെയ്ത് നോക്കാം. യങ് സീകൾ ആസ്ക്ഡ് മദർ സീകൾ അല്ലേ, യങ് സീകൾ അമ്മയോട് ചോദിച്ചു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക, ഇവിടെ വാട്ടുണ്ട്, അതായത് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈഫിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈഫിന് പകരം നമ്മളിവിടെ ക്വസ്റ്റ്യൻ വേർഡിനെ കൊടുത്താൽ മതി. അപ്പോൾ ആ വാട്ട് അതുപോലെ കൊടുക്കുക, വാട്ട്. പിന്നെ ബാക്കിയൊക്കെ സെയിം ആണ്, അതായത് സബ്ജക്റ്റിനെ കൊണ്ടുവരിക, പിന്നെ ഓക്സിലറി വേർബിനെ കൊണ്ടുവരിക, പിന്നെ മെയിൻ വേർബിനെ കൊണ്ടുവരിക, പിന്നെ ഒബ്ജക്റ്റിനെ കൊണ്ടുവരിക. ഈ റൂളാണ് WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ 2 റൂൾ നമ്പർ 1ഉം റൂൾ നമ്പർ 2ഉം ഇത് പഠിച്ചാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കൂ, ക്വസ്റ്റ്യൻ വേർഡ് ഞാൻ ചെയ്തു. ഇനി അടുത്ത ചെയ്യേണ്ട എന്താണ്? സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ഐ ആണ്. ഐ എന്ന് പറയുമ്പോൾ യങ്സികളല്ലേ, അത് ബോയ് ആണ് അല്ലേ, ഐ മീൻ മെയിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹീ എന്ന് കൊടുക്കുക, വാട്ട് ഹീ. പിന്നെ വേണ്ടത് അത് അവിടെ നോക്കി, ഓക്സിലറി വേർബാണ്. ഏതാണ്? ഓക്സിലറി വേർബ്. ഇതിലേത് ഓക്സിലറി വേർബ്? ക്യാൻ ആണ്. അപ്പോൾ ക്യാനെ മാറ്റണ്ടേ, ക്യാനെ കുഡാക്കണ്ടേ. അപ്പോൾ ഇഫ് ഹീ കുഡ്, വാട്ട് ഹീ കുഡ്. പിന്നെ നോക്കൂ, മെയിൻ വേർബാ. ഏതാ മെയിൻ വേർബ്? ഡു ആണ്. ഞാൻ ഓൾറെഡി ക്യാനെ കുഡാക്കിയില്ലേ, പിന്നെ അവിടെ ഡൂനെ ഡിഡാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം കുഡ് ഡു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റ് ഏതാ? മം അല്ലേ. അപ്പോൾ ആൻസർ വന്നത് നോക്കി, യങ് സീകൾ ആസ്ക്ഡ് മദർ സീകൾ വാട്ട് ഹീ കുഡ് ഡു മം. ഓക്കെ, ഇനി എൻ്റെ ആൻസർ എങ്ങനെ വരിക? മദർ സീകൾ റിപ്ലൈഡ് ദാറ്റ്. മദർ സീകൾ റിപ്ലൈഡ് ദാറ്റ്. എന്താ റിപ്ലൈ പറയണത്? യു മേ ട്രൈ അഗെയിൻ. അതുപോലെ കൊടുത്താൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യു മേ എന്നുള്ളത് മൈറ്റ് ആക്കണം. കാരണം മേൻ്റെ പാസ്റ്റ് വേണ്ടേ, നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലുള്ളതൊക്കെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം കേട്ടോ. അതായത് പ്രസൻറ്റ് ടെൻസിലുള്ളതൊക്കെ പാസ്റ്റിലേക്ക് മാറ്റണം. ഇവിടെ നമുക്കങ്ങനെ എന്താ പറയുക, മാറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു എന്താ പറയുക, സ്റ്റേറ്റ്മെൻറ്റാണ്, അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു, അത് അതുപോലെ തന്നെ ഇട്ടു എന്നുള്ളതാണ് കേട്ടോ. വേണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് ഹിം ട്രൈഡ് അഗെയിൻ എന്ന് കൊടുക്കുക. പക്ഷേ ഇത് സ്റ്റേറ്റ്മെൻറ്റുകൾ പൊതുവെ നമ്മൾ എന്ത് ചെയ്യാറില്ല, മാറ്റാറില്ല. സ്റ്റേറ്റ്മെൻറ്റുകൾ ലെറ്റ് വെച്ച് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അതുപോലെ കൊടുക്കാറാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങളവിടെ ലെറ്റ് ഹിം ട്രൈഡ് എന്ന് കൊടുത്താലും ആൻസർ തെറ്റൂല, ലെറ്റ് ഹിം ട്രൈ എന്ന് കൊടുത്താൽ ആൻസർ ആയിട്ടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, യു മേ ട്രൈ അഗെയിൻ എന്നുള്ളതിനെ യു മൈറ്റ് ട്രൈ അഗെയിൻ, അത് അമ്മ നേരിട്ട് കുട്ടിയോട് പറയുന്നതായതുകൊണ്ട് യു മൈറ്റ് ട്രൈ അഗെയിൻ. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ട്രൈനെ ട്രൈഡ് ആക്കായിരുന്നത് നിങ്ങൾക്കറിയോ? മേ നമ്മൾ ഓൾറെഡി മൈറ്റ് ആക്കി, പിന്നെ ട്രൈനെ ട്രൈഡ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം കുഡ് കഴിഞ്ഞാൽ പിന്നെ ഡു അല്ലേ പറഞ്ഞത് നേരത്തെ, കുഡ് ഇഡ് എന്ന് പറഞ്ഞില്ലല്ലോ. അതേപോലെ മൈറ്റ് ട്രൈ അഗെയിൻ. സോ ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത്
വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ പറ്റാത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അതിൻ്റെ ആൻസർ കണ്ടെത്തി തരാം. അല്ലെങ്കിൽ മെൻറ്ററിൻ്റെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.